നമസ്കാരം, ഗുരുകുല ഭാരതത്തിന്റെ PSC ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അനിൽ. ഇന്നത്തെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് ഇംഗ്ലീഷ് വിഭാഗത്തിൽ നിന്നും യങ് വൺസ് ഓഫ് ബേർഡ്സ് ആൻഡ് ആനിമൽസ് എന്ന പാഠഭാഗവും പ്ലേസസ് ഓഫ് ലിവിംഗ് എന്ന പാഠഭാഗവുമാണ്. എല്ലാ മത്സര പരീക്ഷകളിലും പ്രത്യേകിച്ച് PSC പരീക്ഷകളിൽ ഈ ഭാഗത്ത് നിന്നും 2 മാർക്ക് ഉറപ്പായും നേടാൻ സാധിക്കുന്നതാണ്. നമുക്ക് ആദ്യം യങ് വൺസ് ഓഫ് ബേർഡ്സ് ആൻഡ് ആനിമൽസ് എന്ന പാഠഭാഗത്തിലേക്ക് കടക്കാം. ശ്രദ്ധിക്കാം. ഇവിടെ കുറച്ച് ബേർഡ്സിന്റെയും ആനിമൽസിന്റെയും പേര് തന്നിരിക്കുന്നു. അതിന് നേരെ തന്നെ അവയുടെ യങ് വൺസിന്റെ പേരും തന്നിരിക്കുന്നു. നമുക്ക് അത് ശ്രദ്ധിക്കാം എന്തൊക്കെയാണെന്ന്. ആദ്യം ലയൺ. ലയന്റെ യങ് വൺ അറിയപ്പെടുന്നത് കബ് ഓർ വെൽപ്പ് എന്നാണ്. അടുത്തത് ടൈഗർ. ടൈഗറിന്റെ യങ് വണ്ണും അറിയപ്പെടുന്നത് കബ് ഓർ വെൽപ്പ് എന്നാണ്. അടുത്തത് ജഗ്വാർ. ജഗ്വാറിന്റെ യങ് വൺ അറിയപ്പെടുന്നത് കബ് എന്നാണ്. അടുത്തത് പാന്തർ. പാന്തന്റെ യങ് വൺ അറിയപ്പെടുന്നത് കബ് എന്നാണ്. അതുപോലെ തന്നെ ചീറ്റ. ചീറ്റയുടെയും യങ് വൺ അറിയപ്പെടുന്നത് കബ് എന്നാണ്. അടുത്തത് ലിയോപാർഡ്. ലിയോപാർഡിന്റെയും യങ് വൺ അറിയപ്പെടുന്നത് കബ് എന്നാണ്. അടുത്തത് ബിയർ. ബിയറിന്റെ യങ് വണ്ണും അറിയപ്പെടുന്നത് കബ് എന്നാണ്. അടുത്തത് ഹൈന. ഹൈനയുടെ യങ് വൺ അറിയപ്പെടുന്നത് കബ് എന്നാണ്. അടുത്തത് ഫോക്സ്. ഫോക്സിന്റെയും യങ് വൺ അറിയപ്പെടുന്നത് കബ് എന്നാണ്. അടുത്തത് വോൾഫ്. വോൾഫിന്റെ യങ് വൺ അറിയപ്പെടുന്നത് കബ് എന്നാണ്. അടുത്തത് ഷാർക്ക്. ഷാർക്കിന്റെ യങ് വണ്ണും അറിയപ്പെടുന്നത് കബ് എന്ന് തന്നെയാണ്. അടുത്തത് വെയിൽ. വെയിലിന്റെ യങ് വൺ അറിയപ്പെടുന്നത് കാഫ് എന്നാണ്. അടുത്തത് ഡോൾഫിൻ. ഡോൾഫിന്റെ യങ് വൺസ് അറിയപ്പെടുന്നത് കാഫ് എന്നാണ്. അടുത്തത് എലിഫന്റ്. എലിഫന്റിന്റെ യങ് വൺസ് അറിയപ്പെടുന്നത് കാഫ് എന്നാണ്. അടുത്തത് കൗ. കൗവിന്റെ യങ് വൺസ് അറിയപ്പെടുന്നത് കാഫ് എന്നാണ്. അടുത്തത് ബഫല്ലോ. ബഫല്ലോയുടെ യങ് വൺസും അറിയപ്പെടുന്നത് കാഫ് എന്ന് തന്നെയാണ്. അടുത്തത് ജിറാഫ്. ജിറാഫിന്റെ യങ് വൺസും അറിയപ്പെടുന്നത് കാഫ് എന്ന് തന്നെയാണ്. അടുത്തത് ക്യാമൽ. ക്യാമലിന്റെ യങ് വൺസും അറിയപ്പെടുന്നത് കാഫ് എന്ന് തന്നെയാണ്. അടുത്തത് ഹിപ്പോ. ഹിപ്പോയുടെ യങ് വൺസ് അറിയപ്പെടുന്നത് കാഫ് എന്ന് തന്നെയാണ്. അടുത്തത് റൈനോ. റൈനോയുടെ യങ് വൺസും അറിയപ്പെടുന്നത് കാഫ് എന്ന് തന്നെയാണ്. അടുത്തത് ഹോഴ്സ്. ഹോഴ്സിന്റെ യങ് വൺസ് കോൾട്ട് എന്നറിയപ്പെടും, ഫില്ലി എന്നും അറിയപ്പെടും, ഫോൾ എന്നും അറിയപ്പെടും. അടുത്തത് സീബ്ര. സീബ്രയുടെ യങ് വൺസ് കോൾട്ട് എന്നറിയപ്പെടുന്നു. അടുത്തത് ഡോങ്കി. ഡോങ്കിയുടെ യങ് വൺസ് കോൾട്ട് എന്നറിയപ്പെടുന്നു. അടുത്തത് ആസ്. ആസിന്റെ യങ് വൺസും കോൾട്ട് എന്നറിയപ്പെടുന്നു. അടുത്തത് ഡിയർ. ഡിയറിന്റെ യങ് വൺസ് ഫോൺ എന്നറിയപ്പെടുന്നു. അടുത്തത് സ്റ്റാഗ്. സ്റ്റാഗിന്റെ യങ് വൺസ് ഫോൺ എന്നറിയപ്പെടുന്നു. അടുത്തത് കങ്കാരു. കങ്കാരുന്റെ യങ് വൺസ് ജോയ് എന്നറിയപ്പെടുന്നു. അടുത്തത് മങ്കി. മങ്കിയുടെ യങ് വൺ ഇൻഫന്റ് എന്നറിയപ്പെടുന്നു. അടുത്തത് മാൻ. മാന്റെ യങ് വൺ ചൈൽഡ് അല്ലെങ്കിൽ ബേബി എന്നറിയപ്പെടുന്നു. അടുത്തത് ഡോഗ്. ഡോഗിന്റെ യങ് വൺ പപ്പി എന്നറിയപ്പെടുന്നു. അടുത്തത് ക്യാറ്റ്. ക്യാറ്റിന്റെ യങ് വൺ കിറ്റൺ എന്നറിയപ്പെടുന്നു. അടുത്തത് ഡക്ക്. ഡക്കിന്റെ യങ് വൺ ഡക്ലിങ്സ് എന്നറിയപ്പെടുന്നു. അടുത്തത് ഹെൻ. ഹെന്നിന്റെ യങ് വൺ ചിക്സ് എന്നറിയപ്പെടുന്നു. അടുത്തത് പീഹൻ. പീഹനിന്റെ യങ് വൺ പീച്ചിക്സ് എന്നറിയപ്പെടുന്നു. അടുത്തത് സ്വാൻ. സ്വാനിന്റെ യങ് വൺ സിഗ്നെറ്റ് എന്നറിയപ്പെടുന്നു. അടുത്തത് ഗൂസ്. ഗൂസിന്റെ യങ് വൺ ഗൂസ്ലിംഗ് എന്നറിയപ്പെടുന്നു. അടുത്തത് റാബിറ്റ്. റാബിറ്റിന്റെ യങ് വൺ ബണ്ണി എന്നറിയപ്പെടുന്നു. അടുത്തത് ഹെയർ. ഹെയറിന്റെ യങ് വൺ ലിവററ്റ് എന്നറിയപ്പെടുന്നു. അടുത്തത് ഷീപ്പ്. ഷീപ്പിന്റെ യങ് വൺ ലാംപ് എന്നറിയപ്പെടുന്നു. അടുത്തത് ഗോട്ട്. ഗോട്ടിന്റെ യങ് വൺ കിഡ് എന്നറിയപ്പെടുന്നു. അടുത്തത് പിഗ്. പിഗിന്റെ യങ് വൺ പിഗ്ലെറ്റ് എന്നറിയപ്പെടുന്നു. അടുത്തത് ബോർ. ബോറിന്റെ യങ് വൺ പോർക്ലിംഗ് എന്നറിയപ്പെടുന്നു. അടുത്തത് ബാറ്റ്. ബാറ്റിന്റെ യങ് വൺ പപ്പ് എന്നറിയപ്പെടുന്നു. അടുത്തത് ഈഗിൾ. ഈഗിളിന്റെ യങ് വൺ ഈഗ്ലെറ്റ് എന്നറിയപ്പെടുന്നു. അടുത്തത് ഔൾ. ഔളിന്റെ യങ് വൺ ഔലറ്റ് എന്നറിയപ്പെടുന്നു. അടുത്തത് സ്നേക്ക്. സ്നേക്കിന്റെ യങ് വൺ സ്നേക്ലെറ്റ് എന്നറിയപ്പെടുന്നു. അടുത്തത് ക്രോക്കഡൈൽ. ക്രോക്കഡൈലിന്റെ യങ് വൺ ക്രോക്ലെറ്റ് എന്നറിയപ്പെടുന്നു. അടുത്തത് ടോർട്ടോയ്സ്. ടോർട്ടോയ്സിന്റെ യങ് വൺ ഹാച്ച്ലിംഗ് എന്നറിയപ്പെടുന്നു. അടുത്തത് ആന്റ്. ആന്റിന്റെ യങ് വൺ ആന്റ്ലിംഗ് എന്നറിയപ്പെടുന്നു. അടുത്തത് സ്പൈഡർ. സ്പൈഡറിന്റെ യങ് വൺ സ്പൈഡർലിംഗ് എന്നറിയപ്പെടുന്നു. അടുത്തത് മോസ്കിറ്റോ. മോസ്കിറ്റോയുടെ യങ് വൺ റെഗുലർ എന്നറിയപ്പെടുന്നു. അടുത്തത് കോക്രോച്ച്. കോക്രോച്ചിന്റെ യങ് വൺ നിംഫ് എന്നറിയപ്പെടുന്നു. അടുത്തത് ലൗസ്. ലൗസിന്റെ യങ് വൺ നിറ്റ് എന്നറിയപ്പെടുന്നു. അടുത്തത് പീജിയൻ. പീജിയന്റെ യങ് വൺ സ്ക്വാബ് എന്നറിയപ്പെടുന്നു. അടുത്തത് ഫിഷ്. ഫിഷിന്റെ യങ് വൺ ഫ്രൈ ഓർ മിന്നോ എന്നറിയപ്പെടുന്നു. അടുത്തത് ഫ്രോഗ്. ഫ്രോഗിന്റെ യങ് വൺ ടാഡ്പോൾ എന്നറിയപ്പെടുന്നു. അടുത്തത് കുക്കു. കുക്കുവിന്റെ യങ് വൺ ചിക്ക് എന്നറിയപ്പെടുന്നു. അടുത്തത് ഓസ്ട്രിച്ച്. ഓസ്ട്രിച്ചിന്റെ യങ് വൺ ചിക്ക് എന്നറിയപ്പെടുന്നു. അടുത്തത് ശ്രദ്ധിക്കുക ക്രോ. ക്രോയുടെ യങ് വൺ ചിക്ക് എന്നറിയപ്പെടുന്നു. അടുത്ത ശ്രദ്ധിക്കുക മൈന. മൈനയുടെ യങ് വൺ ചിക്ക് എന്നറിയപ്പെടുന്നു.
അടുത്തത് ശ്രദ്ധിക്കുക, ബേഡ്. ബേഡിന്റെ യങ് വൺ ബേഡീസ് ഓർ നെസ്ലിംഗ്സ് എന്നറിയപ്പെടുന്നു. അടുത്തത് നോക്കുക, ഫൗൾ. ഫൗളിന്റെ യങ് വൺ ബേഡീസ് ഓർ നെസ്ലിംഗ്സ് എന്നറിയപ്പെടുന്നു. അടുത്തത് നോക്കുക, ഹൗസ് ഫ്ലൈ. ഹൗസ് ഫ്ലൈയുടെ യങ് വൺ മാഗറ്റ് എന്നറിയപ്പെടുന്നു. ഇത്രയും ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച യങ് വൺസ് ഓഫ് ബേർഡ്സ് ആൻഡ് ആനിമൽസ് എന്നുള്ളത്. ഇവയെല്ലാം വ്യക്തമായി മനസ്സിലാക്കി വെക്കുക, ഹൃദയസ്ഥമാക്കി വെക്കുക. ഈ ഒരു ഭാഗത്ത് നിന്നും വരുന്ന മാർക്ക് നമ്മൾ ഉറപ്പായും സ്വന്തമാക്കേണ്ട മാർക്കാണ്. നമുക്ക് അടുത്തതായി പ്ലേസ് ഓഫ് ലിവിംഗ് എന്ന പാഠഭാഗത്തേക്ക് കടക്കാം. ശ്രദ്ധിക്കുക, ആദ്യം ലയൺ. ലയൺ വസിക്കുന്നത് ഡെന്നിലാണ്. അടുത്തത് ടൈഗർ. ടൈഗർ വസിക്കുന്നത് ലെയറിലാണ്. അടുത്തത് ഫോക്സ്. ഫോക്സ് വസിക്കുന്നത് എർത്തിലാണ്. അടുത്തത് ഹോഴ്സ്. ഹോഴ്സ് വസിക്കുന്നതായി നമ്മൾ പറയുന്നത് സ്റ്റേബിളിലാണ്. അടുത്തത് പിഗ്. പിഗ് വസിക്കുന്നതായി നമ്മൾ പറയുന്നത് സ്റ്റൈയിലാണ്. അടുത്തത് റാബിറ്റ്. റാബിറ്റ് വസിക്കുന്നത് ബറോ അല്ലെങ്കിൽ ഹച്ചിലാണ്. അടുത്തത് വൾച്ചർ. വൾച്ചർ വസിക്കുന്നത് ഐറിയിലാണ്. അടുത്തത് ഹെയർ. ഹെയർ വസിക്കുന്നതായി നമ്മൾ പറയുന്നത് ഫാമിലാണ്. അടുത്തത് ഷീപ്പ്. ഷീപ്പ് വസിക്കുന്നത് പെൻ അല്ലെങ്കിൽ ഫോൾഡിലാണ്. അടുത്തത് മാൻ. മാൻ വസിക്കുന്നത് ഹൗസിലാണ്. അടുത്തത് മങ്കി. മങ്കി വസിക്കുന്നത് ട്രീയിലാണ്. അടുത്തത് സ്ക്വിറിൽ. സ്ക്വിറിൽ വസിക്കുന്നത് ട്രേയിലാണ്. അടുത്തത് ബാറ്റ്. ബാറ്റ് വസിക്കുന്നത് ട്രീയിലാണ്. അടുത്തത് ക്രോ. ക്രോ വസിക്കുന്നത് നെസ്റ്റിലാണ്. അടുത്തത് എസ്കിമോ. എസ്കിമോ വസിക്കുന്നത് ഇഗ്ലൂയിലാണ്. അടുത്തത് സാവേജ്. സാവേജ് വസിക്കുന്നത് ഹട്ടിലാണ്. അടുത്തത് നോബിൾ. നോബിൾ ആയിട്ടുള്ളവർ വസിക്കുന്നത് മാൻഷൻ അല്ലെങ്കിൽ കാസിലാണ്. അടുത്തത് പെസന്റ്. പെസന്റ് വസിക്കുന്നത് കോട്ടേജിലാണ്. അടുത്തത് മോത്ത്. മോത്ത് വസിക്കുന്നത് മോത്ത് ഹില്ലിലാണ്. അടുത്തത് കൗ. കൗ വസിക്കുന്നതായി നമ്മൾ പറയുന്നത് ഷെഡ് അല്ലെങ്കിൽ ബയറിലാണ്. അടുത്തത് പാഴ്സൺ. പാഴ്സൺ വസിക്കുന്നത് പാഴ്സണേജിലാണ്. അടുത്തത് പ്രീസ്റ്റ്. പ്രീസ്റ്റ് വസിക്കുന്നത് പ്രസ്ബൈറ്ററിയിലാണ്. അടുത്തത് നൺ. നൺ വസിക്കുന്നത് നണ്ണറി അല്ലെങ്കിൽ കോൺവെന്റിലാണ്. അടുത്തത് ആബട്ട്. ആബട്ട് വസിക്കുന്നത് അബിയിലാണ്. അടുത്തത് അസറ്റിക്. അസറ്റിക് ആയിട്ടുള്ളവർ വസിക്കുന്നത് കേവിലാണ്. അടുത്തത് സ്പൈഡർ. സ്പൈഡർ വസിക്കുന്നത് വെബിലാണ്. അടുത്തത് ബി. ബി വസിക്കുന്നത് ഹൈവിലാണ്. അടുത്തത് സ്നേക്ക്. സ്നേക്ക് വസിക്കുന്നത് ഹോളിലാണ്. അടുത്തത് മൗസ്. മൗസ് വസിക്കുന്നത് ഹോളിലാണ്. അടുത്തത് ബേഡ്. ബേഡ് വസിക്കുന്നത് നെസ്റ്റിലാണ്. അടുത്തത് ആൻഡ്. ആൻഡ് വസിക്കുന്നത് ആൻഡ് ഹില്ലിലാണ്. അടുത്തത് ബേഡീസ്. ബേഡീസ് വസിക്കുന്നത് നെസ്റ്റിലാണ്. അടുത്തത് നൈറ്റ്. നൈറ്റ് വസിക്കുന്നത് മാൻഷനിലാണ്. അടുത്തത് പെൻഗിൻ. പെൻഗിൻ വസിക്കുന്നത് റൂക്കറിയിലാണ്. അടുത്തത് ഡോഗ്. ഡോഗ് വസിക്കുന്നത് കെന്നലിലാണ്. അടുത്തത് ക്യാറ്റ്. ക്യാറ്റ് വസിക്കുന്നത് കാറ്ററിയിലാണ്. അടുത്തത് ഈഗിൾ. ഈഗിൾ വസിക്കുന്നത് ഐറിയിലാണ്. ഇവിടെ യങ് വൺസ് ഓഫ് ബേർഡ്സ് ആൻഡ് ആനിമൽസ് എന്നുള്ള പാഠഭാഗവും പ്ലേസ് ഓഫ് ലിവിംഗ് എന്നുള്ള പാഠഭാഗവും വ്യക്തമായി മനസ്സിലാക്കി വെക്കുക. ഇവിടെ അധികം വിശദീകരണത്തിന്റെ ആവശ്യമില്ലാത്ത പാഠഭാഗങ്ങളാണിത്. ഇവ ഏതൊക്കെയാണെന്ന് അറിഞ്ഞ് മനസ്സിലാക്കി ഹൃദയസ്ഥമാക്കി വെക്കുക. എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമന്റിൽ രേഖപ്പെടുത്തുക. ഇത്രയും നേരം ഈ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്